അതായത് തൃണമൂൽ എന്ന ബാനർ ഇല്ലാതെ മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് സി പി എംകാരുടെ വോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണെന്ന്. സി പി എംകാർ എന്തിനാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത്? അവരുടെ നേതാവ് പിണറായി വിജയനെതിരായിട്ട് വളരെ മോശമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുകയും ആരോപണങ്ങൾ പറയുകയും ചെയ്ത ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മുൻ MLA അവരുടെ കൂടെ നിന്നതാണ്. 2 തവണ CPM-ൻ്റെ സഹായത്തോടുകൂടി ജയിച്ച ഒരാളാണ്. ഇനിയിപ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇനി അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് അല്ലാതെ സ്വതന്ത്രനായിട്ട് നിന്നാൽ ഏതെങ്കിലും ഒരു CPM പ്രവർത്തനം അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ? CPM-ൻ്റെ വോട്ടെങ്കിലും ചോർന്ന് കിട്ടുമോ? എനിക്ക് ആ ചോദ്യത്തിൻ്റെ യുക്തി ഒട്ടും മനസ്സിലായില്ല. പിന്നീട് അതുപോലെ തന്നെ അദ്ദേഹം തൃണമൂലാകാത്തത് രാഹുൽ ഗാന്ധിയോട് എതിർപ്പുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ? ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ അൻവറിന് അനുകൂലമായിട്ട് പോകുമോ? അൻവറിന് അനുകൂലമായിട്ട് ചിന്തിക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യുമോ? ഇത് രണ്ടും വളരെ പ്രസക്തമായ കാര്യമല്ല. പക്ഷേ ഞാൻ വേറൊരു സിനാറിയോ, ഇത് അങ്ങനെ സംഭവിക്കണമെന്നല്ല, ഞാൻ വേറൊരു സിനാറിയോ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്തിനാണ് അദ്ദേഹം ഒരു പത്രിക വേറെ കൊടുക്കുന്നത്? അദ്ദേഹം തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടൊരു പത്രിക കൊടുക്കുന്നു, സ്വതന്ത്രൻ എന്ന നിലയിൽ വേറൊരു പത്രിക കൊടുക്കുന്നു. അതൊരു സ്റ്റേറ്റ് പാർട്ടി അല്ലാത്തത് കൊണ്ട് ഇവിടെ തൃണമൂലിൻ്റെ പത്രിക സ്വീകരിക്കണമെങ്കിൽ തൃണമൂലിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ ദേശീയ പ്രസിഡൻറ്റിൻ്റെയോ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെയോ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഇദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ദീദി അംഗീകരിച്ചിട്ടുണ്ടോ, മമതാ ബാനർജി അംഗീകരിച്ചിട്ടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ തൃണമൂൽ പത്രികയ്ക്കൊപ്പം പാർട്ടിയുടെ അംഗീകാരത്തിൻ്റെ കടലാസുകൾ കൊടുത്തിട്ടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. 10 പേരുടെ വോട്ട് 10 പേരുടെ ഒപ്പ് വേണമായിരുന്നു അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ. ഇതൊക്കെ അൻവറിന് അറിയാവുന്ന കാര്യമല്ലേ? ഈ 10 പേരുടെ സിഗ്നേച്ചർ വേണമെന്നുള്ളത്. അദ്ദേഹം 2 തവണ ജയിച്ചതാണ്, അതിനു മുമ്പ് പാർലമെൻറ്റിൽ മത്സരിച്ചതാണ്, അതിനു മുമ്പ് സ്വതന്ത്രനായിട്ട് മറ്റൊരു മണ്ഡലത്തിൽ അസംബ്ലിയിലേക്ക് മത്സരിച്ചതാണ്. അദ്ദേഹത്തിന് ഇതൊന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ലോ. എന്തുകൊണ്ടാണ് പിന്നെ 10 ഒപ്പുകൾ ഇല്ലാതെ പോയത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇനി നാളെയോ ഇനി അദ്ദേഹത്തിൻ്റെ പത്രിക പിൻവലിക്കാൻ ഇനിയും സമയമുണ്ട്. അങ്ങനെ സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സാധ്യത ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇനി നാളെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും കൂടെ നോക്കണമല്ലോ, വേണ്ടേ?